സ്വന്തം അമ്മയെ 4-ാം നിലയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്ന മകന്റെ വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ബംഗളൂരുവിലെ RR നഗറിലാണ് സംഭവമുണ്ടായത്. കിടപ്പ് രോഗിയാണ് ഈ അമ്മ. 5 വർഷമായി കിടപ്പിലായിരുന്നു സാവിത്രി അമ്മ. 75 വയസ്സായിരുന്നു. സംഭവത്തിൽ മകനായ വെങ്കിടേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസുഖബാധിതനായിരുന്ന അമ്മയെ പരിചരിക്കുന്നതിലുള്ള ദേഷ്യമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് ഇയാളെ എത്തിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു അമ്മയെ കൊല്ലാൻ ദേഷ്യം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. വീഴ്ചയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാവിത്രി അമ്മ സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചിരുന്നു. സംഭവം അപകടമാണെന്ന് വരുത്തി തീർക്കാൻ വെങ്കിടേഷ് ശ്രമിച്ചിരുന്നതായും എന്നാൽ അയൽവാസികളുടെ മൊഴിയും സാഹചര്യ തെളിവുകളും പരിശോധിച്ചപ്പോൾ സംശയം തോന്നുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വകാര്യ കമ്പനിയിലെ സെയിൽ വിഭാഗം ജീവനക്കാരനായിരുന്ന വെങ്കിടേഷ് അമ്മ അസുഖബാധിതയായതോടെ പരിചരണത്തിനായി ജോലി രാജിവെക്കുകയായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി വലിയ തുക ചെലവാകുന്നുണ്ടായിരുന്നുവെന്നും അത് തനിക്ക് താങ്ങാനായില്ലെന്നും വെങ്കിടേഷ് പോലീസിനോട് പറയുകയും ചെയ്തു. 10 വർഷം മുമ്പ് വെങ്കിടേഷിന്റെ അച്ഛൻ മരിച്ചു. അന്നു മുതൽ അമ്മയെ നോക്കിയിരുന്നത് വെങ്കിടേഷ് ആയിരുന്നു. 5 വർഷം മുൻപ് പക്ഷാഘാതം വന്ന് അമ്മ തളർന്നു കിടപ്പിലായി. പൂർണ്ണമായും കിടപ്പുരോഗിയായതോടെ വെങ്കിടേഷിന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിലുള്ള ദേഷ്യമായിരുന്നു അമ്മയോട് തീർത്തത്. ഇത്ര കാലമായിട്ടും മടങ്ങിവരവിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളൊന്നും തന്നെ അമ്മയിൽ കണ്ടിരുന്നില്ലെന്നും പണച്ചെലവ് വർദ്ധിച്ചു വന്നുവെന്നും പോലീസിന് വെങ്കിടേഷ് മൊഴി നൽകുകയും ചെയ്തു. ഭാര്യ ജോലിക്ക് പോയ സമയത്ത് ഇയാൾ അമ്മയെ കയ്യിലെടുത്ത് ടെറസിലെത്തിക്കുകയും താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഫ്ളാറ്റിന് പിന്നിൽ വലിയ ശബ്ദം കേട്ടതോടെ വെങ്കിടേഷിന്റെ വീട്ടുടമ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സാവിത്രി അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഇതൊരു കൊലപാതകമാണെന്ന് നാട്ടുകാർക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഇതൊരു അപകടമരണമാക്കാൻ ശ്രമിക്കുകയായിരുന്നു വെങ്കിടേഷ് ചെയ്തത്. അതേസമയം കാലുതെറ്റി വീണു എന്നായിരുന്നു വെങ്കിടേഷ് നാട്ടുകാരോട് ആദ്യം പറഞ്ഞത്. എന്നാൽ കിടപ്പുരോഗിയായ സാവിത്രി അമ്മ എങ്ങനെയാണ് കാലുതെറ്റി വീണത് എന്നാണ് നാട്ടുകാർ ചോദിച്ചത്. ഇവിടെയാണ് ഇയാൾ പിടിക്കപ്പെട്ടത് എന്ന് തന്നെ വേണം പറയാൻ. ഒടുവിൽ പോലീസുകാരോടും നാട്ടുകാർ ഈ ഒരു കാര്യം പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിൽ ക്രൂരമായ കൊലപാതകത്തിന്റെ മൊഴികളാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം വെങ്കിടേഷിന്റെ ഭാര്യ അറിഞ്ഞിട്ടാണോ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരുടെയും മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിലനിന്നിരുന്നോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കുടുംബത്തിലെ മറ്റുള്ളവരുടെയും മൊഴിയെടുക്കുന്നുണ്ട്.